AK ബാലന്റെ ജമാഅത്തെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തട്ടിൽ. ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് MV ഗോവിന്ദൻ. വർഗീയ ശക്തികളോട് അടിയറവ് പറഞ്ഞ ചരിത്രമാണ് UDF-നെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് പിണറായിക്കെന്ന് ചെന്നിത്തല. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ ഇടതുമുന്നണി യോഗം പുരോഗമിക്കുന്നു. 110 സീറ്റുകൾ ലക്ഷ്യമിട്ട് തന്ത്രങ്ങൾ മെനയാൻ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി പഠന റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ഇന്ന്. വിജയ് ചിത്രം ജനനായകന് UA സർട്ടിഫിക്കറ്റ് നൽകാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവ്. കേസുകൾ തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന് കോടതി. സെൻസർ ബോർഡ് അപ്പീലിന് പോകും. എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി കേരളം. NSSനുള്ള വിധി എല്ലാവർക്കും ബാധകമാക്കണമെന്നും ഹർജികളിൽ അടിയന്തര തീരുമാനമെടുക്കണമെന്നും സംസ്ഥാനം. ഒരു വിവാദം വേണ്ടെന്ന് വെച്ചാണ് കലോത്സവ വേദികളുടെ പേരിൽ നിന്ന് താമരയെ ഒഴിവാക്കിയതെന്ന് മന്ത്രി V ശിവൻകുട്ടി. താമര ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണെന്നും മന്ത്രി. താമര ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. അത് തന്നെ വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഇട്ടത് മാത്രമേ. നമ്മുടെ ദേശീയ പുഷ്പം കൂടിയാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് താമരപ്പൂവുമായി എത്തി യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. US പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള വെനസ്വേലയുടെ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാർ. US പിടിച്ചെടുത്തത് റഷ്യൻ അന്തർവാഹിനിയുടെ അകമ്പടിയിൽ പോയ വെനസ്വേലിയൻ എണ്ണക്കപ്പൽ മറിനേര.